നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ മഹാരാജ്യത്ത് സവാർക്കറെ വീർ സവാർക്കർ എന്നാണ് സംഘപരിവാർ അഭിസംബോധന ചെയ്യുന്നത്. ഇതുപോലെ ഭീരുവായ ഒരു വ്യക്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് സംഘപരിവാർ അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർക്ക് നിരവധിയായ തവണ മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ അടിമയായി മാറിയ സവാർക്കർ, അദ്ദേഹത്തെ അടിമയെന്നാണ് സംഘപരിവാർ അല്ലാത്ത സാമാന്യ ചിന്താശേഷിയുള്ളവർ എല്ലാം വിളിക്കുന്നത്. അതുപോലെയാണ് കെജ്രിവാൾ BJP നേതൃത്വത്തിന് നിരവധി തവണ മാപ്പെഴുതി കൊടുത്തതിന് ശേഷമാണ് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ തയ്യാറായത്. നോക്കൂ, ഇവിടെ ആർക്കൊക്കെ ക്ലീൻ ചിറ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന സുപ്രീം കോടതിയോ അതല്ലെങ്കിൽ കീഴ്ക്കോടതികളോ അല്ല, മറിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയും ആഹ്വാനം ചെയ്യുന്ന ഒരു കൊളീജിയമാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, നിങ്ങളെ രണ്ടെണ്ണത്തിനെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നതുവരെ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല എന്നുള്ളത്. അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ നിങ്ങൾ വിചാരണ നേരിടേണ്ടി വരും, അന്ന് ഞങ്ങളുടെ സർക്കാരായിരിക്കും കേന്ദ്രത്തിൽ ഇരിക്കുക എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. രാഹുൽ ഗാന്ധിയെ ഉപദ്രവിക്കാനും രാഹുൽ ഗാന്ധിയുടെ പൂർവികരെ എങ്ങനെയാണോ വകവരുത്തിയത് അതുപോലെ അദ്ദേഹത്തിനെയും വകവരുത്തി കളയാമെന്നും ചിന്തിക്കുന്ന സംഘപരിവാർ നേതാക്കളുണ്ട്. പണ്ട് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഒരു RSSന്റെ നേതാവ് പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ തലയ്ക്ക് വില പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ബോളിവുഡ് നടി എന്ന ലേബലുമായി കങ്കണ റണൌട്ട് പറഞ്ഞതെന്താണ്? 1947 നമുക്ക് രാജ്യത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയില്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത് നരേന്ദ്രമോദി 2014 വന്നപ്പോഴാണ് എന്നാണ്. BJP 1998 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭരണത്തിലുണ്ടായിരുന്നു. അന്ന് പോലും സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നാണ് കങ്കണ റണൌട്ട് പറയുന്നത്. അതായത് കങ്കണ റണൌത്തിന് അടൽ ബിഹാരി വാജ്പേയിയെ അറിയില്ല, മുരളി മനോഹർ ജോഷിയെ അറിയില്ല, അതുപോലെ തന്നെ LK അദ്വാനിയെ അറിയില്ല, ലാൽകൃഷ്ണ അദ്വാനിയെ അറിയില്ല. കങ്കണയ്ക്ക് ആകെ അറിയാവുന്നത് അവർ പറയുന്ന തെറ്റായ നയങ്ങളെ മുഴുവൻ അംഗീകരിച്ചു കൊടുക്കുന്ന, അതല്ലെങ്കിൽ അവർ പറയുന്ന മലീനസമായ വാക്കുകളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന സംഘപരിവാരങ്ങളെ ഏറ്റവും കൂടുതൽ അഴിച്ചുവിട്ടിരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നതാണ് വേദവാക്യം. അവരാണ് പോലും ഈ രാജ്യത്തിന് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിത്തന്നത്. നോട്ട് നിരോധനം ഉൾപ്പെടെ, അപ്രതീക്ഷിതമായ ലോക്ക്ഡൗൺ ഉൾപ്പെടെ ജനങ്ങളെ വലച്ച് ജനങ്ങളുടെ എല്ലാ ഡേറ്റകളും വിദേശ കമ്പനികൾക്കും വിദേശ രാജ്യങ്ങളിലുള്ള സൈബർ സെക്യൂരിറ്റി അധികൃതർക്കും ചോർത്തി നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റ ചോർച്ച ഉൾപ്പെടെ നടത്തിയതിന് അന്വേഷണം നേരിടുകയും അതുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ വിമർശനങ്ങൾ കേൾക്കുകയും വന്ന കേന്ദ്ര സർക്കാർ അന്വേഷണം നേരിടുക എന്ന് പറഞ്ഞാൽ അവരുടെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇതൊക്കെ കണ്ണിപ്പൊടിയിടാനുള്ള തന്ത്രങ്ങളാണ്. കങ്കണ റണൌത്തിന് ഒരിക്കലും നേരം വെളുക്കില്ല. കാരണം പടുകുഴിയിൽ വീണ വ്യക്തിക്ക് എന്താണ് രാവ്, എന്താണ് പകല്?